ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ഹാജ റംസി. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ മൃഗശാലയായ തിരുവനന്തപുരത്തെ മൃഗശാലയെക്കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളും അതുപോലെ തന്നെ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളും അവിടുത്തെ അന്തേവാസികളെക്കുറിച്ചുള്ള കുറച്ച് വീഡിയോകളുമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഫസ്റ്റ് തന്നെ ഞാൻ നമ്മുടെ മൃഗശാലയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും കാണണേ. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ ഈ മൃഗശാലയെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ മൃഗശാലയാണ് തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന മൃഗശാല. അതുപോലെ തന്നെ ഇത് സ്ഥാപിക്കുന്നത് 1857 ഈ മൃഗശാല സ്ഥാപിക്കുന്നത്. പക്ഷിമൃഗാദികളെ അതിൻ്റെ സ്വാഭാവിക ചുറ്റുപാടിൽ സംരക്ഷിച്ചിരിക്കുന്നതിനാൽ അവയുടെ ജീവിത രീതികളെക്കുറിച്ച് മനസ്സിലാക്കാൻ നമുക്ക് വേണ്ടിയിട്ട് അവർ തുറന്നു തരുന്നുണ്ട്. ഓരോ സന്ദർശകർക്കും അവർ അവസരം ഒരുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് കറക്റ്റ് സ്പോട്ട് ഇതെവിടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും ഏകദേശം 4 കിലോമീറ്റർ അകലെയാണ് ഈ മൃഗശാല സ്ഥിതി ചെയ്യുന്നത്. ഫസ്റ്റ് ടൈമൊക്കെ വരുന്നവർക്ക് അതൊരു നല്ലൊരു കാര്യമായിരിക്കും. കാര്യം അവർക്ക് കറക്റ്റ് സ്പോട്ട് അറിയാമെങ്കിൽ അവർക്ക് വരാൻ എളുപ്പമാണ്. അതുപോലെ തന്നെ ഇതേ വളപ്പിൽ തന്നെ നമ്മുടെ ഈ അലങ്കാര മത്സ്യങ്ങളുടെ പ്രദർശന കേന്ദ്രവും ഇതേ വളപ്പിൽ തന്നെ അവർ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ ഇത് 50 ഏക്കർ വിസ്തീർണത്തിലാണ് ഈ മൃഗശാല സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ വംശജരും വിദേശ വംശജരുമായ ഏകദേശം 75ഓളം ജീവജാതികൾ ഇവിടെയുണ്ട്. സിംഹവാലൻ കുരങ്ങ്, കരിക്കുരങ്ങ്, അതുപോലെ തന്നെ വരയാട്, കാണ്ടാമൃഗം, സിംഹം, കടുവ, അതുപോലെ വിവിധ ഇനം മാനുകളും സീബ്രയും കാട്ടുപോത്തും തുടങ്ങിയ മൃഗങ്ങളും വിവിധ ഇനം പക്ഷികളും ഉരകളും ഇവിടുത്തെ അന്തേവാസികളാണ്. അതുപോലെ തന്നെ അവിടുത്തെ അന്തേവാസികളെ കുറിച്ചിട്ട് ഓരോ കാര്യങ്ങളും കറക്റ്റായിട്ട് തന്നെ അവിടെ അത് ഏത് സ്ഥലത്താണ് നിൽക്കുന്നത് അവിടെ തന്നെ ഓരോ കാര്യങ്ങൾ ബോർഡിനകത്ത് വിശദമായിട്ട് എഴുതി അവർ വെച്ചിട്ടുമുണ്ട്. നമുക്ക് പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ആയാലും അതിനെക്കുറിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാനും എളുപ്പമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി നമുക്ക് അവിടുത്തെ അന്തേവാസികളെയും അവിടുത്തെ ചുറ്റുപാടുകളും ഒക്കെ കണ്ടിട്ട് വരാം കേട്ടോ. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ വീഡിയോ കവർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. പിന്നെ കുഞ്ഞുണ്ടായതുകൊണ്ട് നമുക്ക് എല്ലാ വീഡിയോസും പറ്റിയിട്ടില്ല, ചിലതൊക്കെ മിസ്സായിട്ടുണ്ട്. എന്നാൽ പോലും നമ്മുടെ വീഡിയോയ്ക്ക് ഒരു പരിധി ഉണ്ട്. അതനുസരിച്ച് ഞാൻ ഒരുവിധപ്പെട്ട എല്ലാം നമുക്ക് ഇമ്പോർട്ടൻ്റായിട്ടുള്ള എല്ലാം ഞാൻ കവർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ഒരുപാട് സ്കൂളിൽ നിന്നുള്ള കുഞ്ഞുങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു ഇവിടെ സന്ദർശിക്കാൻ വേണ്ടിയിട്ട്. അവരൊക്കെ കൗതുകത്തോടു കൂടിയിട്ട് ഓരോന്നിനും നോക്കി നിന്നിട്ട് അവരൊക്കെ പരസ്പരം പറയുന്നത് കേൾക്കാൻ തന്നെ എന്ത് രസമാണെന്നോ. അപ്പം നമ്മൾ മനസ്സിലാക്കപ്പെടുത്ത കുഞ്ഞുങ്ങളൊക്കെ ഇത്ര ഒബ്സർവേഷനുള്ള കുഞ്ഞുങ്ങളാണെന്നോ. അതുപോലെ നമ്മൾ മുമ്പ് ഉള്ളതിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് മൃഗങ്ങൾ ഇതിൽ കുറവുണ്ട് കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നമുക്ക് കുറവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാലും നമുക്ക് കാണത്തക്ക രീതിയിൽ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കാണത്തക്ക രീതിയിലുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ നമുക്കിതിൻ്റെ ചുറ്റുപാടുമൊക്കെ ഒന്ന് നടന്നു വരുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സൊക്കെ ഒന്ന് റിലാക്സ് ആവും. അതുപോലെ അടിപൊളി അറ്റ്മോസ്ഫിയറൊക്കെയാണ്. അതുപോലെ ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ ഒരു പ്ലേസും കൂടെയൊക്കെയാണ്.